ഹായ് ഗായ്സ്, കലിബ്രോന്നോട് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 9th വീക്ക് എവിക്ഷനിലേക്കുള്ള വാശിയേറിയ വോട്ടിംഗ് പരേഡാണ് ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നടക്കുന്നത്. നമ്മളിന്ന് ചൊവ്വാഴ്ച രാത്രി 7 മണി വരെയുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ളത് 8 മത്സരാർത്ഥികളാണ്. ഈ 8 മത്സരാർത്ഥികൾ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ കയറി തന്നെ വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ആ മത്സരാർത്ഥി സേവാത്തുള്ളൂ. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും ആർക്കാണെന്ന് വോട്ട് ചെയ്തെന്നും കൂടെ വീഡിയോയുടെ ഇടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വരും മണിക്കൂറിലെ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങളും ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതോടൊപ്പം തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇന്ന് വൈകുന്നേരം 7 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ 1ാം പൊസിഷൻ അത് അനുമോൾ തന്നെയാണ് തുടരുന്നത്. അനുമോൾ ഇപ്പോൾ കൂറ്റൻ വോട്ടിലേക്കാണ് കുതിക്കുന്നത്. 19,235 വോട്ട് നേടി 1ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 2ാം പൊസിഷനിൽ നൂറയാണുള്ളത്. നൂറയും കൊടുക്കുന്നില്ല. അനുമോളിനുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 16,345 വോട്ട് നേടിയാണ് നൂറ ഇപ്പോൾ 2ാം പൊസിഷനിലുള്ളത്. 3ാം പൊസിഷനിൽ വേദലക്ഷ്മി തന്നെയാണ് തുടരുന്നത്. പക്ഷേ വേദലക്ഷ്മിക്ക് ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു വോട്ടിംഗ് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ നൂറയുമായിട്ട് അടുത്ത് വന്നിരുന്നെങ്കിൽ ഇപ്പോൾ നല്ലൊരു വോട്ടിന് ഡിഫറൻസ് ഉണ്ട്. 13,267 വോട്ട് നേടി 3ാം പൊസിഷനാണുള്ളത്. 4ാം പൊസിഷനിൽ ഇപ്പോഴും ജിസേൽ തന്നെയാണ് തുടരുന്നത്. ജിസേലിൻ്റെ വോട്ടിംഗ് നല്ല കുറവ് കണ്ടുവരുന്നുണ്ട്. എന്നിരുന്നാൽ കൂടെ 4ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 18,200 വോട്ടാണ് നേടിയിരിക്കുന്നത്. 5ാം പൊസിഷനിലേക്ക് അട്ടിമറി മുന്നേറ്റമായിട്ട് കയറി വന്നിട്ടുള്ള നെവിൻ നല്ല രീതിയിൽ മുന്നേറ്റമായിട്ട് മുന്നേറുകയാണ്. ഒരു ഘട്ടത്തിലും പിന്നിലേക്ക് വന്നിട്ടുള്ള ഇപ്പോൾ 11,007 വോട്ട് നേടി 5ാം പൊസിഷനാണുള്ളത്. 6ാം പൊസിഷനിലേക്ക് അട്ടിമറി മുന്നേറ്റമായിട്ട് ആദിൽ കയറി വന്നിരിക്കുകയാണ്. ഇത് ആദ്യമായിട്ടാണ് വോട്ടിംഗ് തുടങ്ങിയതിന് ശേഷം ഒരു പൊസിഷൻ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. 10,890 വോട്ട് നേടിയാണ് ആദില 6ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. 7ാം പൊസിഷനിലേക്ക് സാബുമോൻ വീണുപോയിരിക്കുകയാണ്. സാബുമോൻ ഇപ്പോൾ നല്ല രീതിയിലുള്ളൊരു വോട്ടിംഗ് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ പിന്നിലേക്ക് വന്നിരിക്കുകയാണ്. 10,800 വോട്ടാണ് സാബുമോൻ നേടിയിരിക്കുന്നത്. ഡേഞ്ചർ സോണിൽ തന്നെയാണ് തുടരുന്നത്. 8ാം പൊസിഷനിൽ ഒനിൽ സാബു തന്നെ തുടരുകയാണ്. ഒരു ഘട്ടത്തിലും മുന്നേറാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും 10,600 വോട്ട് നേടി ഡേഞ്ചർ സോണിലായിട്ടുള്ള 8ാം പൊസിഷനിലാണ്. ഈ വരും മണിക്കൂറിലെ വോട്ടിംഗ് ഒനിൽ സാബുവിനും വളരെ നിർണായകമാണ്. താങ്ക്